ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മംസ് ഡെയിലി. ഇന്ന് എല്ലാവർക്കും ഒരു ഹെൽത്ത് ടിപ്പായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെ ഞാൻ തരുന്നത് കേട്ടോ. ഇന്ന് ഒരു നമ്മുടെ വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സ്പെഷ്യലി വീഡിയോ ചെയ്യുന്നത്. അതായത് നമ്മൾ വീട്ടമ്മമാരൊക്കെ എപ്പോഴും നമ്മുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാറില്ല. അതിന് കുറച്ച് മടിയൊക്കെ നമ്മൾ കാണിക്കാറുണ്ട് അല്ലേ? അപ്പോൾ നമ്മുടെ ഹസ്ബൻഡിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ പാരൻസിൻ്റെ അല്ലെങ്കിൽ മക്കളുടെ ഒക്കെ ആരോഗ്യം സൂക്ഷിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ കാത്തു സൂക്ഷിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നമ്മുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാറില്ല. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഒരു അവസ്ഥയിൽ നമുക്ക് തോന്നുന്നു നമ്മുടെ വീട്ടിൽ, നമ്മുടെ അടുക്കളയിൽ, നമ്മുടെ തട്ടകത്തിൽ ചെയ്യാവുന്ന ഒരു കൊച്ചു ടിപ്പുണ്ട്. ആ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ആരോഗ്യം ഒരു പകുതി, ഒരു മുക്കാൽ ഭാഗത്തോളം ഉള്ള പ്രശ്നങ്ങളൊക്കെ, നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ തീരും. അത് നമ്മൾ അറിയുന്നില്ല. അപ്പോൾ അത് എന്താണെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോ കൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും വീട്ടമ്മമാരൊക്കെ രാവിലെ എഴുന്നേറ്റ് കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ വിടുന്ന തിരക്കിലൊക്കെ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താ, ഒരു ചായയും കാപ്പിയൊക്കെ പെട്ടെന്ന് നമ്മൾ കുടിക്കാണ് പതിവ്. അന്ന് അങ്ങനെ ചെയ്യാതെ ഒരു ഗ്ലാസ് ചെറു ചൂടുവെള്ളം കുടിക്കുക, വേറെ ഒന്നും ചെയ്യണ്ട. എന്നിട്ട് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഒക്കെ ചായ കാപ്പി കുടിക്കാം. അപ്പോൾ ഈ ഒരു രാവിലെ എഴുന്നേറ്റ ഉടനെ നമ്മുടെ വെറും വയറ്റിൽ ഒരു ഗ്ലാസ് ചൂടുവെള്ളം ചെന്ന് കഴിഞ്ഞാലുള്ള നമ്മുടെ ഗുണങ്ങൾ, നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഞാനിന്ന് വീഡിയോ കൂടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടമ്മമാർ നമ്മുടെ ആരോഗ്യം നമ്മളെ കാത്തു സൂക്ഷിക്കാനുണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഒരു അർത്ഥം മനസ്സിലാവും കേട്ടോ. അപ്പോൾ നമുക്ക് ഉടനെ വീഡിയോയിലോട്ട് കിടക്കാം. ഞാനിവിടെ 11 ഹെൽത്ത് ബെനിഫിറ്റ്സ് ആണ് പറയാൻ പോകുന്നത്. നമ്മൾ ഈ വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന 11 ഗുണങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം, നമ്മൾ വെള്ളം കുടിക്കുന്തോറും നമ്മുടെ വെയിറ്റ് നല്ലതുപോലെ കുറയും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം കേട്ടോ. അതായത് വെള്ളം നമുക്ക് എത്ര വേണമെങ്കിലും കുടിക്കാം, കാരണം അതിനകത്ത് ഒരു കലോറിയും ഇല്ല. അതുമല്ല, നമ്മൾ രാവിലെ വെറും വയറ്റിൽ വെള്ളം കുടിക്കുമ്പം നമ്മുടെ ശരീരത്തിലുള്ള ഈ ചീത്തയായിട്ടുള്ള ടോക്സിൻസ് എന്ന് പറയുക, അതിന് ചീത്തയായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഫ്ലഷ് ഔട്ട് ചെയ്ത് പോവാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ നമുക്ക് മെറ്റബോളിസം നമുക്ക് കൂടും. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ശരീരത്തിലെ കലോറി കുറയാനായിട്ട് ഇത് സഹായകരാവും കേട്ടോ. അടുത്തത് നമ്മുടെ സ്കിന്നിനാണ് ഈ വെറും വയറ്റിൽ വെള്ളം കുടിക്കുന്നത് കൊണ്ട് ഏറ്റവും ഗുണമുള്ളത്. സ്കിന്ന് നല്ലതുപോലെ ആരോഗ്യമായിട്ട് ഇരിക്കാനും നല്ലതുപോലെ തിളക്കത്തിലിരിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ വെറും വയറ്റിൽ വെള്ളം കുടിക്കുന്നത് കേട്ടോ. അതുപോലെ നമ്മുടെ സ്കിന്നിൻ്റെ അകത്ത് നമ്മൾ വെള്ളം രാവിലെ തന്നെ കുടിക്കുമ്പം, വെറും വയറ്റിൽ കുടിക്കുമ്പം ഈ നമ്മുടെ സ്കിന്ന് ചുളിയുന്നതൊക്കെ ഒരു പരിധി വരെ ഇത് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ സ്കിന്നിനകത്തുള്ള ഇലാസ്റ്റിസിറ്റി അത് കൂട്ടാനും ഈ വെള്ളം കുടിക്കുന്നത് ഹെൽപ്പ് ചെയ്യും. അടുത്ത ഗുണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് കൂടുതൽ എനർജി തരുന്നതാണ്. ആ ഒരു ദിവസത്തിന് വേണ്ടുന്ന എനർജി മുഴുവൻ ഈ ഒരു വെറും വയറ്റിൽ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന് തരാൻ പറ്റും. നമ്മുടെ ശരീരത്തിലൊക്കെ റെഡ് ബ്ലഡ് സെൽസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് വളരാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ വെള്ളം. അതുവഴി നമ്മുടെ ബ്ലഡിനകത്ത് കൂടുതൽ ഓക്സിജൻ ലഭിക്കുന്നതിനും ഈ വെള്ളം കുടിക്കുന്നത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ അതുവഴി നമുക്ക് ആ ഒരു ദിവസം മുഴുവൻ വളരെ എനർജറ്റിക് ആയിട്ട് ഇരിക്കാനും പറ്റും. അടുത്തത്, നമ്മൾ ഈ വെള്ളം കുടിക്കുന്നത് വഴി നമ്മുടെ ശരീരത്തിലുള്ള വിഷാംശങ്ങളെല്ലാം നമ്മൾ പുറന്തള്ളപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് വലിയൊരു നമ്മുടെ ശരീരത്തിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വലിയൊരു കാര്യമാണ്. നിങ്ങൾ എത്രത്തോളം വെള്ളം കുടിക്കുന്നോ അത്രത്തോളം നിങ്ങളുടെ ശരീരം ശുചീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അടുത്തത്, തലവേദനയ്ക്ക് ഒരു ആശ്വാസമാണ് രാവിലെ വെറും വയറ്റിൽ വെള്ളം കുടിക്കുക എന്നുള്ളത്. നമ്മൾ മിക്കവരും അറിയുന്നില്ല. ശരിക്കും നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിനുള്ള വെള്ളം ഇല്ലാത്തത് കൊണ്ടാണ് ഒരു 90% തലവേദനകൾ അങ്ങനെയാണ് വരുന്നത്. നമ്മുടെ ഈ ജോലി തിരക്കിനിടയ്ക്കൊക്കെ നമ്മൾ വെള്ളം കുടിക്കാൻ മറക്കും. അപ്പോൾ അതിനുള്ള പ്രതിവിധി എന്ന് പറയുന്നത്, രാവിലെ ഈ തലവേദന വരുന്നതിന് മുന്നേ തന്നെ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ചിരുന്ന നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന വെള്ളം ഉണ്ടാവുമ്പോൾ തന്നെ തലവേദനയൊക്കെ ഒരു പരിധി വരെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റും കേട്ടോ. അടുത്തത്, നമ്മുടെ വായിൽ നിന്നൊക്കെ വരുന്ന ചീത്ത സ്മെല്ല്, ഈ ഒരു മണം, ഈ ചീത്ത സ്മെല്ല് മാറാനുള്ള വലിയൊരു കാര്യമാണ് വെള്ളം കുടിക്കുക എന്നുള്ളത്. അതിപ്പം ഇതൊരു ടിപ്പ് പോലെ നിങ്ങൾ എടുത്താൽ മതി. രാവിലെ വെള്ളം കുടിച്ചുകൊണ്ട് എന്നല്ല, പെട്ടെന്ന് നമ്മുടെ വായിൽ നമുക്കൊരു മണമൊക്കെ അങ്ങനെ തോന്നുവാണെന്നുണ്ടെങ്കിൽ ഉടനെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക. അത് മതി. അല്ലാതെ നിങ്ങൾ ഉടനെ പോയി പല്ല് തേക്കുകയോ അല്ലെങ്കിൽ ഉടനെ വേറെ എന്തെങ്കിലും വായിലിട്ട് ചൂ ചെയ്യുകയോ അങ്ങനെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ ശരീരത്തിൽ വെള്ളം ഇല്ല എന്നുള്ളതിൻ്റെ ഒരു സൈനാണ് അത് കാണിക്കുന്നത്, വായിലുള്ള ആ ഒരു വായുനാറ്റം വരുന്നത് കേട്ടോ. അപ്പം ഈ വെള്ളം കുടിക്കുന്നത് വഴി ഈ വായുനാറ്റം തീർത്തും മാറിക്കോളും.
ബെനിഫിറ്റ് എന്ന് പറയുന്നത് അതായത് ഫ്ലൂ വരാതിരിക്കാനായിട്ട്. ഫ്ലൂ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പനിയാണ്, അതൊരു വൈറൽ പനിയാണ്. ആ പനി വരുമ്പോൾ ഒക്കെ നമുക്ക് നമ്മുടെ ജലദോഷം വരും, നമ്മുടെ മൂക്കടയും, നമ്മുടെ തൊണ്ടയ്ക്കൊക്കെ ഇൻഫെക്ഷൻ വരും. അപ്പോൾ അതൊക്കെ മാറാനായിട്ട്, അതൊക്കെ വരാതിരിക്കാൻ, മാറാൻ എന്ന് പറയാൻ പറ്റത്തില്ല, വരാതിരിക്കാൻ അല്ലെങ്കിൽ അതൊരു പ്രതിരോധം പോലെ നമുക്ക് ചെയ്യാവുന്ന ഒന്നാണ് ഈ വെള്ളം കുടിക്കുക എന്നുള്ളത് കേട്ടോ. അടുത്തത് നമ്മുടെ ഗുണം നമ്മുടെ മുടിക്ക് തന്നെയാണ്. നമ്മുടെ സ്കിന്നിന് എന്നുള്ളത് പോലെ തന്നെ മുടിയും നല്ല ആരോഗ്യകരമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്നും റെഗുലറായിട്ട് ഈ വെള്ളം കുടിച്ചാൽ നമ്മുടെ മുടി നല്ല ഹെൽത്തി ആയിട്ടും നല്ലതുപോലെ തിളങ്ങിയും ഇരിക്കും കേട്ടോ. അടുത്തത് കിഡ്നി സ്റ്റോൺസ് ഒക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ വെള്ളം കുടിക്കുക എന്നുള്ളത്. അതായത് ഈ വെള്ളം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ആസിഡ്സിനൊക്കെ നല്ലതുപോലെ അലിയിച്ച് കളയും. എന്നിട്ട് ഈ കിഡ്നി സ്റ്റോൺസ് ഉണ്ടാവാനുള്ള സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ വെള്ളം കുടിക്കുക, നമ്മുടെ കിഡ്നി നല്ലതുപോലെ ആരോഗ്യത്തോടു കൂടി ഇരിക്കാൻ വേണ്ടിയിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അടുത്തത് കണ്ണിൻ്റെ ആ ഒരു ഡാർക്ക് സർക്കിൾ അല്ലെങ്കിൽ കണ്ണിനുണ്ടാവുന്ന ഒരു വീർമത, ഇതൊക്കെ കുറയാൻ വേണ്ടിയിട്ട്, ഇതൊക്കെ വീട്ടമ്മമാരുടെ ഒരു വലിയ പ്രശ്നമാണ്. അപ്പോൾ ഇതൊക്കെ കുറയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇതൊന്നും നമുക്ക് പ്രതിരോധിക്കാൻ പറ്റുന്നത് ഈ വെള്ളം കുടിച്ചിട്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ വെള്ളം കുടിക്കുന്നത് വഴി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ആ ഒരു വിഷാംശങ്ങളെല്ലാം പുറന്തള്ളപ്പെടും. അപ്പോൾ അതുവഴി നമ്മുടെ കണ്ണിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ ഒത്തിരി ഉപ്പിൻ്റെ ഒരു അംശങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കുറയും. ഈ വെള്ളം കുടിക്കുന്നത് വഴി വിഷാംശങ്ങൾ പുറന്തള്ളുന്ന വഴിയൊക്കെ അവിടെ ഉപ്പിൻ്റെ അംശങ്ങൾ കുറയും. അതുവഴി നമ്മുടെ കണ്ണിന് ചുറ്റുണ്ടാവുന്ന ഒരു ഡാർക്ക് സർക്കിൾ അല്ലെങ്കിൽ ഒരു വീർമത അതൊക്കെ മാറിക്കിട്ടും കേട്ടോ. അടുത്ത ഗുണം എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് തന്നെയാണ്. നമ്മുടെ അതായത് ഓയിലി ആയിട്ടുള്ള സ്കിന്ന് ഒത്തിരി ആൾക്കാരുടെ ഒരു വലിയ പ്രശ്നമാണ്. എപ്പോഴും പറയുന്നേക്കാം ഓയിലി സ്കിന്നാണ്. അതിന് മെയിനായിട്ട് നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിലുള്ള വെള്ളം ഇല്ല എന്നാണ് അതിനർത്ഥം. അപ്പോൾ വെള്ളം കുടിക്കുക, അത് 1 ഗ്ലാസ്സിൽ നിർത്തരുത്, 2 ഗ്ലാസ്സിൽ നിർത്തരുത്, പറ്റുന്ന അത്രയും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ സ്കിന്നെല്ലാം നോർമലായിട്ട് വരും. അത് വെള്ളത്തിന് ചെയ്യാൻ പറ്റുന്ന വലിയൊരു മാജിക്കാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ആ 11 ഗുണങ്ങൾ. രാവിലെ വെറും വയറ്റിൽ വെള്ളം കുടിച്ചാൽ കിട്ടുന്ന, നമ്മുടെ വീട്ടമ്മമാർക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരൊറ്റ ഗ്ലാസ് വെള്ളം കൊണ്ട് നമുക്ക് പമ്പ കടത്താൻ പറ്റും ഈ കാര്യങ്ങളെല്ലാം. അപ്പോൾ അതൊക്കെ നമ്മൾ വീട്ടമ്മമാർക്ക് അത് വലിയൊരു സഹായമാണ് അല്ലേ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു വെള്ളം കുടിക്കുക എന്നുള്ള ഈ ഒരു ആശയം തന്നെ കൊണ്ടുവന്നിട്ടുള്ളത് ജപ്പാനിൽ നിന്നാണ് ഞാൻ വായിച്ചത് കേട്ടോ. അതായത് ജപ്പാൻകാർ എന്നും രാവിലെ എഴുന്നേറ്റ ഉടനെ, അതായത് ബ്രേക്ക്ഫാസ്റ്റിന് 30 മിനിറ്റ് മുന്നേ രാവിലെ എഴുന്നേറ്റ ഉടനെ അവർ 4 ഗ്ലാസ് വെള്ളമാണ് അവർ കുടിക്കുക. എപ്പോഴും കുടിക്കുമ്പോൾ എപ്പോഴും ചെറു ചൂടുവെള്ളമുള്ള വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. അത് തന്നെയാണ് നല്ലത്. പിന്നെ ഇപ്പം അങ്ങനെ പെട്ടെന്നൊന്നും ഉണ്ടാക്കാനൊക്കെ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ പച്ചവെള്ളം ആണെങ്കിലും കുടിക്കാം. പക്ഷെ അവർ പറയുന്നത് ഏറ്റവും നല്ലത് ചെറു ചൂടുവെള്ളം എന്നാണ് കേട്ടോ. അപ്പോൾ അവരുടെയൊക്കെ ഒരു ആരോഗ്യ രഹസ്യവും അതുപോലെ അവർ എനർജറ്റിക് ആയിട്ടൊക്കെ ഇരിക്കാനുള്ള ഒരു കാരണം, അതിൻ്റെ ഒരു രഹസ്യം ഇതാണെന്നാണ് അവർ പറയുന്നത്. അങ്ങനെയാണ് ഞാനൊരു ബുക്കിൽ വായിച്ചിട്ടുള്ളതും. അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു കാര്യം നമ്മളെല്ലാവരും റെഗുലറായിട്ടൊന്ന് ചെയ്ത് നോക്കാം. നമ്മുടെ ശരീരത്തിൽ ശരിക്കും തീർച്ചയായും ചില മാറ്റങ്ങളൊക്കെ കാണാൻ പറ്റും. അതും വളരെ ആരോഗ്യകരമായ മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇത് ഒന്ന് ശ്രമിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അനുഭവങ്ങൾ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കൂടെ ഒരു ഹെൽത്ത് ടിപ്പായിട്ടോ ഒരു കിച്ചൺ റെസിപ്പി ആയിട്ടോ കിച്ചൺ ടിപ്പായിട്ടോ ഒക്കെ കാണാം. അപ്പം അൻറ്റിൽ ദെൻ ബൈ.